കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ അക്ഷയ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. കേരളത്തിലെ മറ്റ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വിഭിന്നമായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടക്കുന്ന അക്ഷയ സംരംഭമാണ് ഇടമലക്കുടിയിലുള്ളത്. ഇടുക്കി ജില്ലയെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ BSNLന്റെ നേതൃത്വത്തിൽ വിസാറ്റ് സ്ഥാപിച്ചതോടെ ഇടമലക്കുടിയിലെ സൊസൈറ്റി കുടിയിൽ ഇന്റർനെറ്റ് കണക്ഷനും മൊബൈൽ കണക്ഷനും ലഭ്യമായി തുടങ്ങിയിരുന്നു. തുടർന്ന് അനർട്ടിന്റെ സഹായത്തോടെ 4 ലക്ഷം രൂപ മുതൽ മുടക്കി സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ലഭ്യമാക്കി. ITDP, IT മിഷൻ എന്നീ വകുപ്പുകളുടെ സഹായത്തോടെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ജനറേറ്ററും സ്ഥാപിച്ചു. ഇടമലക്കുടിയിൽ നിന്നും ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള നീലവർണ്ണനെയാണ് അക്ഷയ ഓപ്പറേറ്ററായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോളോ ആശുപത്രിയുമായി ചേർന്നുള്ള ടെലിമെഡിസിൻ പദ്ധതിയും ഇടമലക്കുടി അക്ഷയയിൽ സാധ്യമാക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടറുമായി രോഗവിവരം സംസാരിക്കുന്നതിനും രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളുടെ കുറിപ്പും അക്ഷയ വഴി ലഭിക്കും. കിടപ്പ് രോഗികൾക്കും സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നവർക്കും മൂന്നാറിലെയോ അടിമാലിയിലെയോ ആശുപത്രികളിൽ എത്തേണ്ട ആവശ്യമില്ല. ഇടമലക്കുടിയിൽ ആദ്യമായി ഫോട്ടോസ്റ്റാറ്റ്, സ്കാനിംഗ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ലഭ്യമാക്കുന്നതിനും വിവിധ ഓഫീസുകളിൽ അയക്കേണ്ട അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അക്ഷയയിലൂടെ സാധിക്കും. അക്ഷയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ഗോവിന്ദരാജ് അധ്യക്ഷനായ യോഗത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ A. കൗശികൻ നിർവഹിച്ചു. സൽജി ഇട്ടിത്തോപ്പിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.